ഹായ് ഹലോ. ഇന്ന് അടിപൊളി ദിവസമായിരുന്നു. ഗെയിം കളിക്കാത്ത പലരും ഗെയിമിലേക്ക് വന്നു. എക്സ്പെഷ്യലി നെവിൻ. അദ്ദേഹത്തിൻ്റെ ക്രൂഷ്യലായിട്ടുള്ള കുറച്ച് ഇടപെടലുകൾ ഇന്നത്തെ ദിവസം കുറച്ചും കൂടെ അടിപൊളിയാക്കി. തുടക്കം ലൈവിൽ തുടങ്ങി നമുക്ക് എപ്പിസോഡ് വരെ പോവാം. ഓക്കെ, ലൈവിൽ സ്റ്റാർട്ട് ചെയ്തത് അപ്പാണി ശരത്തിൻ്റെ ഗ്യാങ്ങിനോടുള്ള വെറുപ്പായിട്ടാണ്. അത് ഇന്നത്തെ ദിവസം കൂടിക്കൂടി വരികയായിരുന്നു. അതിനുള്ള ആദ്യത്തെ റീസൺ എന്ന് പറയുന്നത് അപ്പാണി ശരത്തും ഗ്യാങ്ങും ഇന്നലെ ഒരാളെ പുറത്താക്കാൻ നോക്കി. അത് പല സ്ത്രീകൾക്കും ഇഷ്ടപ്പെട്ടില്ല. കാര്യം അവരെ നമ്മൾ പിന്നെ പുറത്താക്കുകയല്ല, അവരെ സപ്പോർട്ടല്ലേ ചെയ്യേണ്ടതെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സരിക പുള്ളിക്കാരി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഇത് ഹേറ്റഡ് വളർന്നു വന്നു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പാണി ശരത്തൊക്കെ എടുത്ത് ചാടി ഭയങ്കര രോക്ഷാകുലനാവും. അത് കാണുമ്പോൾ പലർക്കും സഹിക്കാതെ വരികയും ഭയങ്കര ഡോമിനൻ്റ് ആയിട്ട് ഫീൽ ചെയ്തു എന്ന്. അതായത് അവരുടെ ആ ഗ്യാങ് മൊത്തം. അതിനുശേഷം പിന്നെ ഇട്ട് കൊടുത്തു അക്ബർ രേണുസുതിക്ക് ഒരു ഇരട്ടപ്പേര് കൊടുത്തു, സേഫ്റ്റി ടാങ്ക്. ഒരു ഗെയിമിൽ, ചെറിയൊരു ഗെയിം മോർണിംഗ് ആക്ടിവിറ്റിയിൽ സംഭവിച്ചതാണത്. അപ്പോൾ അതിനുശേഷം എല്ലാവർക്കും ഇവരോടൊരു വിമുഖത തുടങ്ങി. അപ്പം നമ്മുടെ ക്യാപ്റ്റൻ അനീഷ് കുറച്ചും കൂടെ നല്ല ആളായി. ആക്ച്വലി അനീഷിൻ്റെ ഭാഗത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട്. പുള്ളിക്കാരൻ ശരി, അതായത് പുള്ളിക്കാരൻ്റെ ശരി എന്ന് തോന്നുന്നത് പുള്ളിക്കാരൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതിപ്പോൾ ആരൊക്കെ പറഞ്ഞാലും. ഇന്ന് കുറച്ചും കൂടെ രസകരമായിട്ട് അനീഷും പല ടാസ്കുകളും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അനീഷിൻ്റെ ഭാഗം പോയി. അനുമോളാണെങ്കിൽ ഇന്ന് സിംഗിളായിട്ടാണ് കളിക്കുന്നത്. പക്ഷേ എല്ലാവരുടെ കൂട്ടത്തിലും ഇങ്ങനെ നിന്ന് എല്ലാവരെയും മനസ്സിലാക്കി ഉള്ള കളിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ ഗെയിം അത്ര നല്ലതല്ല. കാര്യം ഒരു ഗെയിമിൻ്റെ അകത്ത് ഒരാളെ പുറത്താക്കണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അയ്യോ അതൊന്നും പറ്റില്ല, അത് ചെയ്യുന്നത് തെറ്റാണ് എന്നുള്ള ആറ്റിറ്റ്യൂഡാണ്. ഇതൊരു ഗെയിമാണ്, ഇത് ബിഗ് ബോസ് ആണ്. അപ്പം പുറത്താക്കേണ്ട വന്നാൽ പുറത്താക്കണം, അങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡൊന്നും അല്ല പലർക്കും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരു 2 ഗ്യാങ് വേണമെങ്കിൽ ഒരു ഗേൾസ് വേഴ്സസ് ബോയ്സ് വരാനുള്ള ചാൻസും ഞാൻ കാണുന്നുണ്ട്. അപ്പം ഇനി നെവിനിലേക്ക് വരാം. നെവിനാണ് ഇന്നത്തെ ക്രൂഷ്യൽ ഗെയിം കളിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. വേറെ ഒന്നും കൊണ്ടല്ല, അദ്ദേഹത്തിൻ്റെ ഡ്രസ്സിലാണ് കോൺഫിഡൻസ്. അതുകൊണ്ട് തന്നെ ആര്യൻ്റെ ബാൻഡ് എടുത്ത് ഒളിപ്പിച്ചു വെച്ചു. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം വരുന്നത്, ഈ ഉച്ച കഴിഞ്ഞ് ഇന്ന് ഡെയിലി ടാസ്ക് നടന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്തൊരു ടാസ്ക് ആയിരുന്നു 3 കല്ലുകൾ. ഒരു റെഡ് കല്ല്, ഒരു ഗോൾഡൻ കല്ല്, ഒരു ബ്ലാക്ക് കല്ല്. ഈ ഗോൾഡൻ കല്ലുള്ളവർക്ക് കുറച്ച് പവർ ഉണ്ടാവും, റെഡ് കല്ലുള്ളവർക്ക് എന്തോ അത് മൾട്ടിപ്ലൈ ചെയ്യാം, ബ്ലാക്ക് ഉള്ളവർക്ക് പണി കൊടുക്കും. അപ്പോൾ ഇതായിരുന്നു ടാസ്ക്. ഇതിൻ്റെ അകത്ത് കല്ലുകളും മോഷ്ടിച്ചുകൊണ്ട് പോയിട്ട് നെവിൻ്റേതാക്കി മാറ്റി. പുള്ളിക്കാരൻ നല്ല രസത്തിലാണ് അത് ചെയ്യുന്നത്. മേ ബി ഇത് അദ്ദേഹത്തിൻ്റെ സ്വഭാവമാണ് എന്ന് പറയാൻ പറ്റില്ല. കാര്യം ഇതൊരു ഗെയിമാണ്. ഈ ഗെയിമിൽ മുന്നോട്ട് പോകണമെങ്കിൽ പല രീതിയിൽ കളിക്കേണ്ടതായിട്ട് വരും. അതിൽ ചൂസ് ചെയ്തതാണ് നെവിൻ ഇങ്ങനെ. ഞാൻ തീർച്ചയായിട്ടും നെവിൻ്റെ കൂടെയാണ്. ഞാൻ വിചാരിക്കുകയും ചെയ്തു ഇന്നലെ എന്തിനാണ് ജിസേലിൻ്റെ ബാഗ് എടുത്ത് നോക്കിയെന്ന്. അത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അല്ലാത്ത രീതിയിലൊക്കെ ചെയ്യാമായിരുന്നു. ഓക്കെ, അപ്പം നെവിൻ ഇന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കണ്ടസ്റ്റൻ്റാണ്. അദ്ദേഹം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അക്ബറിന് പറ്റിയ ഒരു പാളിച്ച എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും പറയേണ്ടിയിരുന്നില്ല, അതായത് സേഫ്റ്റി ടാങ്ക് എന്ന് വിളിക്കേണ്ടിയിരുന്നില്ല എന്നെനിക്ക് തോന്നി. അത് പുള്ളിക്കാരൻ തുറന്ന് പറയുകയും ചെയ്തു. പക്ഷേ ഒരു തരത്തിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതൊരു ഗെയിമാണ്. മറ്റുള്ളവരെ അടിച്ചു താഴ്ത്താൻ എന്ത് വേണമെങ്കിലും പറയാം. പക്ഷേ ഓമനപ്പേര് എന്നൊക്കെ പറഞ്ഞാണ് ഗെയിമിന് പേരിട്ടിരുന്നത്, അതായത് വേറൊരു ഓമനപ്പേര് വിളിക്കുന്നത്. പക്ഷേ ഇതിങ്ങനെ ആയപ്പം കുറച്ച് അടിച്ചു താഴ്ത്തിയതുപോലെ ഓൾ ലേഡീസിന് തോന്നി. അത് പക്ഷേ ഇമോഷണലി ഡെലിവർ രേണു ചെയ്യുകയും ചെയ്തു. അത് കണ്ടപ്പോൾ ബാക്കിയുള്ളവർക്ക്, അതായത് ബാക്കിയുള്ള ലേഡീസിന് സങ്കടമാവുകയും പിന്നെ ഈ നമ്മുടെ അപ്പാണി ശരത്തിൻ്റെയും അക്ബറിൻ്റെയും ഗ്യാങ്ങിനോട് എതിരായിട്ട് ഒരു ഗ്യാങ് ഫോം ചെയ്യാനുള്ള ചാൻസ്, അതായത് ഓൾറെഡി ചെയ്തു കഴിഞ്ഞു, അതിന് മുന്നോട്ട് പോകാനുള്ള ചാൻസ് കൂടി വരികയും ചെയ്തു. അപ്പോൾ ഇപ്പം അവർ പറയുന്നത് നമ്മുടെ അനീഷിനെ സപ്പോർട്ട് ചെയ്യണം, അനീഷിനെ നമ്മൾ ബാക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇപ്പം നടക്കുന്നത്. അപ്പം ഇത്രയും ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഇന്നത്തെ ദിവസം. ഇന്നത്തെ ഡെയിലി ടാസ്കിൻ്റെ അകത്ത് സംഭവിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അക്ബർ ആയിരുന്നു ആദ്യം മുൻകൈ. പക്ഷേ അക്ബറിന് അവസാനം വേറൊരാളെ വിടണം, അതായത് വേറൊരാൾ ഒരു ഗോൾഡ് കല്ലും കൂടി എടുത്താലേ അക്ബറിന് അടുത്ത പ്രാവശ്യത്തെ നോമിനേഷൻ, അതായത് നോമിനേഷനിലേക്ക് ആര് പോകണമെന്ന് ഡിസൈഡ് ചെയ്യാൻ പറ്റുന്നൊരവസ്ഥ വന്നു. അപ്പം അക്ബർ ചൂസ് ചെയ്തത് ആര്യനെയാണ്. പക്ഷേ ആര്യൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിയുടെ സ്ഥിരം കളിയാണ്, അതായത് ഒരു ശ്രദ്ധയില്ലാതെ കല്ല് താഴെ ഇടുകയും ഷാനവാസിക്ക ഇന്ന് അടിപൊളിയായിട്ട് മുതലാക്കുകയും ചെയ്തു. പുള്ളിക്കാരൻ കാരണം ആര്യൻ ഓർ അക്ബർ ആരെങ്കിലും ഒരാൾക്ക് അടുത്ത ആഴ്ചത്തെ എവിക്ഷനിലേക്ക് ഡയറക്റ്റ് നോമിനേറ്റ് ആവാൻ ഉള്ള അവസരം വന്നു. അതായത് ഈ കല്ലെടുത്തത് കൊണ്ട് മാത്രമാണ് ഇത് സംഭവിച്ചത്. അതിന് ഷാനവാസിക്ക് കുറേ കയ്യടിയൊക്കെ കൊടുത്തു. കാര്യം ഓൾറെഡി ഹേറ്റഡ് ഉള്ള ഈ ഗ്രൂപ്പിനോടുള്ള വിമുഖതയുള്ളവർ, അതായത് ആ ലേഡീസ് ഗ്യാങ്. അപ്പം ഷാനവാസ് ചെറുതായിട്ട് ഹീറോ ആയി. പക്ഷെ പുള്ളിക്കാരനെല്ലാം അറിയുന്നുണ്ട്
പുള്ളിക്കാരനൊന്നും ഇല്ലാത്തതുപോലെ ഇരിക്കണം. പക്ഷേ എനിക്കൊരു ഇന്നൊരു ചൊറി സ്വഭാവമായിട്ട് തോന്നി. പക്ഷേ അതൊരു ഗെയിമാണ്. അഭിലാഷിനെ കുറിച്ച് പറയണം. അഭിലാഷ് പക്കാ ഗെയിമറാണ്. അഭിലാഷ് ഒരു ഗ്യാങ്ങിൽ കൂടെ ഉണ്ടെന്ന് പറയാലും ഇൻഡിവിജ്വലായിട്ട് ഡെലിവർ ചെയ്യാൻ നോക്കുന്ന ഒരാളാണ്. ഇതുവരെയുള്ള ദിവസം വെച്ചിട്ട് ആരാണൊരു വിന്നിങ് മെറ്റീരിയൽ എന്ന് പറയാറായിട്ടില്ല. എനിക്ക് പേഴ്സണലി അക്ബറെ ഇഷ്ടമാണ്. പക്ഷേ ഈ എടുത്തുചാട്ടം പ്രശ്നമാണ്. പണി ശരത്ത് ഭയങ്കര എടുത്തുചാട്ടമാണ്. ഭയങ്കരമായിട്ട് ഓവർ ചിന്തിക്കുകയല്ല, പക്ഷേ ഗെയിമിന് വേണ്ടി ഡെലിവർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. പക്ഷേ ഈ ഇങ്ങനെയുള്ള നന്മയുള്ളൊരു സമൂഹമുണ്ട് കുറച്ച് ലേഡീസ്. അത് കാരണം പല പ്രശ്നങ്ങളും വരുന്നതുമുണ്ട്. ഇങ്ങനെയൊക്കെ വേണം ബിഗ് ബോസും വരാൻ, എന്നാലേ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആവുള്ളൂ. ഇനി ഗെയിം വരുന്നതിനനുസരിച്ച് കുറച്ചും കൂടെ അടിപൊളിയായിട്ട് പോവും എന്ന് കരുതുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ദിവസം. നിങ്ങൾക്ക് എന്തെങ്കിലും അഡീഷണലായിട്ട് എൻ്റെ കമൻറ്റിൽ പറയാനുണ്ടെങ്കിൽ, അതായത് ഞാൻ സൈഡ് പിടിച്ച ആൾക്കാരിൽ എന്തെങ്കിലും അഡീഷണലായിട്ട് പറയാനുണ്ടെങ്കിൽ നിങ്ങൾ പറയുക. എനിക്കും തിരുത്തണം, അല്ലെങ്കിൽ എനിക്ക് നിങ്ങളെ തിരുത്തണം. ഓക്കെ, അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. നമുക്ക് നാളെ കാണാം.